നമസ്കാരം. ഏതാണ്ട് 24 മണിക്കൂർ നീണ്ടു നിന്ന വലിയൊരു സോഷ്യൽ മീഡിയ നാടകം ഇന്ന് വൈകുന്നേരത്തോടെ സമാപിച്ചിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ടി മോഹൻദാസ് എന്ന വലത് സൈദ്ധാന്തികനെ എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള വീട്ടിൽ ചെന്ന് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ടു നിന്നു വീട്ടിലെ നാടകം. എന്തിനാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ 2.5 മണിക്കൂർ എടുത്തതെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ പരിശോധന എന്നായിരുന്നു പറച്ചിൽ. അതുതന്നെ പ്രഹസനമാണ്. ടി മോഹൻദാസ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീട്ടിൽ പോയി അഭിമുഖം കൊടുത്തതിന് മോഹൻദാസിൻ്റെ വീട്ടിൽ 2.5 മണിക്കൂർ അരിച്ചു പറക്കാനിരിക്കുന്നത് എന്തേ എന്നാർക്കും അറിയില്ല. ആ അഭിമുഖം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുണ്ട്. 2.5 മണിക്കൂറിന് ശേഷം മോഹൻദാസുമായി സൈബർ പോലീസ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു. വെളുപ്പിന് 1:20 സൈബർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയാക്കി മോഹൻദാസിനെ കോടതിയിലെത്തിക്കുമ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞു. കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു കൊടും കുറ്റവാളിയുടെ കാര്യത്തിൽ എന്ന പോലെ വാശിയോടുകൂടി മോഹൻദാസിനെതിരെ വാദമുഖങ്ങൾ ഉയർത്തി. മോഹൻദാസിനെ ജയിലിൽ അടയ്ക്കണം, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കും എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രോസിക്യൂഷൻ്റെ വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് മോഹൻദാസ് എന്ന 71 വയസ്സുകാരനെ തിരുവനന്തപുരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് തങ്ങി നാളെയായിരിക്കാം ഈ വയോധികനായ മനുഷ്യൻ കൊച്ചിയിലേക്ക് മടങ്ങുക. ഈ അറസ്റ്റ് നാടകം ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. കഴിഞ്ഞ 10 വർഷം നമ്മൾ തുടർച്ചയായി കണ്ടത് ഇത്തരം നാടകങ്ങളായിരുന്നു. ആ നാടകങ്ങളുടെ തുടർച്ച തന്നെയാണ് പുതിയ ഭരണത്തിലും എന്ന് വ്യക്തമാക്കുകയാണ് ടി മോഹൻദാസ് എന്ന വയോധികനായ സൗമ്യഭാഷനായ ഒരു മനുഷ്യനെതിരെയുള്ള ഈ പടയോട്ടം. ടി മോഹൻദാസ് പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് തോന്നുന്നില്ല പൊതുസമൂഹം ടി മോഹൻദാസിനോട് യോജിക്കുന്നുവെന്ന്. ടി മോഹൻദാസ് വെടിവെച്ച് കൊല്ലണം, ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയവരുടെ കൂടെ RSSും BJPയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻദാസിൻ്റെ പ്രസ്താവന അരുചികരമാണ്. അങ്ങനെ ഒരു പ്രസ്താവന മോഹൻദാസിൽ നിന്നും വരരുതായിരുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ എന്ത് നിയമസാധ്യതയാണ് ഈ കേസിലും അതിൻ്റെ തുടർച്ചയായുള്ള അറസ്റ്റിലുമുള്ളത്? ഭരണഘടന ഒരു പൗരന് ഉറപ്പ് നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അതിൽ ചില പിഴവുകൾ പറ്റിയാലും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യേണ്ടത് എന്തു സാഹചര്യമാണുള്ളത്? എന്താണ് മോഹൻദാസ് പറഞ്ഞത്? ഒരു യൂട്യൂബ് ചാനലിന് മോഹൻദാസ് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു, മോദിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ കീഴടങ്ങുമായിരുന്നില്ല, നേരെ മറിച്ച് വെടിവെക്കാൻ പറയുമായിരുന്നു, കുറേ ശവങ്ങൾ പെറുക്കിയെടുക്കുമായിരുന്നു. ഇതാണ് മോഹൻദാസിൻ്റെ വിവാദമായ പ്രസ്താവന. പിന്നീട് പറഞ്ഞു കേട്ടു മോഹൻദാസ് ആ സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണ് എന്നൊരു അഭിപ്രായ പ്രകടനം കൂടി നടത്തിയെന്ന്. ആദ്യത്തെ ഭാഗം ഞാൻ കേട്ടതാണ്, അരുചിയാണ്, അങ്ങനെ പറയരുതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 2ാം ഭാഗം ഞാൻ കേട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മോശമാണ്. ഇതിനോട് പ്രതിരോധിക്കണം, പ്രതിഷേധിക്കണം, മോഹൻദാസിനെ പഞ്ഞിക്കിടണം, മോഹൻദാസിനെ പരിഹസിക്കണം, ട്രോൾ ഇറങ്ങണം, ഇതൊക്കെ സത്യം. പക്ഷേ അതിന് പേരിൽ മോഹൻദാസിനെതിരെ കേസെടുക്കുന്നത് എന്ത് ന്യായം പറഞ്ഞാണ്? ഭരണഘടന നമുക്ക് നൽകുന്ന ഉറപ്പാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. തനിക്ക് അധികാരമുണ്ടെങ്കിൽ താൻ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് മോഹൻദാസിന് പറയാൻ എങ്ങനെ അവകാശമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും? അത് മോഹൻദാസിൻ്റെ നിലപാടാണ്. ആ നിലപാടിനോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം. അതിന് പേരിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത് എന്ത് വകുപ്പെടുത്താണ്? മോഹൻദാസ് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി, കലാപമുണ്ടാക്കാൻ വേണ്ടി അഭിപ്രായ പ്രകടനം നടത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ എന്ത് കലാപമാണ് ഉണ്ടാവുക? മോഹൻദാസ് പറഞ്ഞത് വിവരക്കേടാണെന്ന് സകലരും ഒരേ ഭാഷയിൽ പറയുമ്പോൾ മോഹൻദാസ് പറഞ്ഞതുപോലെ ആരെങ്കിലും തോക്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ വെടിവെക്കുമെന്നാണോ പോലീസ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് തന്നെ നിയമപരമായി നിലനിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 2ാമത്തെ ഭാഗം പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നതും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അധിക്ഷേപിക്കാൻ പറഞ്ഞതല്ല, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിനോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതും നിയമപരമായി നിലനിൽക്കുന്ന കുറ്റകൃത്യമല്ല. പോലീസിന് നടപടിക്രമങ്ങളിലേക്ക് നോക്കുക. കേസെടുത്തിട്ട് ഏതാണ്ട് 2 ആഴ്ചയോളമായി. പോലീസ് എന്തുകൊണ്ടാണ് മോഹൻദാസിനെ രാത്രി വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തത്? മോഹൻദാസിന് ഒരു നോട്ടീസ് കൊടുത്ത് വരണമെന്ന് പറഞ്ഞാൽ മോഹൻദാസ് വരുമായിരുന്നില്ലേ? 71 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായ മനുഷ്യനാണെന്ന് ഓർക്കണം. രാത്രി പോയി അറസ്റ്റ് ചെയ്ത് അവിടെ ഒരു 2.5 മണിക്കൂർ മനഃപൂർവ്വം വൈകിപ്പിച്ച് ഏതാണ്ട് പാതിരാത്രി മുഴുവൻ പോലീസ് ജീപ്പിൻ്റെ പിറകിലിരുത്തി ആ മനുഷ്യൻ ഒരു രാത്രി ഉറങ്ങാനുള്ള അവസരം മുഴുവൻ നിഷേധിച്ച്
ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ. എന്തിനാണ് വൈകുന്നേരം 3 മണി വരെ കോടതിയിൽ ഹാജരാക്കാൻ വൈകിയത്? മെഡിക്കൽ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ ചെയ്തുകൂടായിരുന്നോ? പ്രത്യേകിച്ചൊന്നും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിന് ചെയ്യാനില്ല. അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, ജാമ്യം കിട്ടി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വെക്കുന്നു. പക്ഷെ ബോധപൂർവം സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന് വകുപ്പുള്ളത് കൊണ്ട് ആ 24 മണിക്കൂർ ഹരാസ് ചെയ്യുക, അത്രയും കാലം മോഹൻദാസിന്റെ അറസ്റ്റ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക എന്ന ലക്ഷ്യത്തിലാണ് മനഃപൂർവ്വം വൈകിപ്പിച്ചത്. ഈ അറസ്റ്റ് കൊണ്ട് പോലീസ് എന്ത് നേടി? സർക്കാർ എന്ത് നേടി? നമ്മുടെ സമൂഹം വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരാണ്. അവർക്ക് വിവരക്കേടുകൾ വിളിച്ചു പറയാൻ ആരും നിയമപരമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. വിവരമില്ലാത്തവർ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ സമൂഹം. മോഹൻദാസ് വിവരക്കേട് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ മോഹൻദാസിനെ വിമർശിക്കാം. പക്ഷേ 24 മണിക്കൂർ അയാളുടെ മൗലികാവകാശം നിഷേധിച്ചുകൊണ്ട് കസ്റ്റഡിയിൽ വയ്ക്കുക, അയാൾ ഉറങ്ങാനുള്ള അവസരം നിഷേധിക്കുക, ഇതൊന്നും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഉചിതമായ കാര്യമല്ല. മറുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞ ഒരു ഷഫീന ബീവി ഇപ്പോഴും ഇതിൻ്റെ തേരേപ്പേരെ നടന്ന് നാട്ടുകാരെ തെറി വിളിക്കുന്നുണ്ട്. ജാൻമണി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് മോദിയുടെ പിതാവ് മരിച്ച് 3 വർഷം കഴിഞ്ഞാണ് മോദി ജനിച്ചത് എന്ന വിവരക്കേട് പറഞ്ഞിട്ട് നിരവധി പേർ പരാതി കൊടുത്തിട്ട് അനങ്ങിയിട്ടില്ല. മോദിയെ കൊല്ലണമെങ്കിലേ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ധാരാളമുണ്ട്. ഇത്തരം പ്രസ്താവനകൾക്കെതിരെ നിരവധി പരാതികൾ പോലീസിലുണ്ടെങ്കിലും അനങ്ങാറില്ല. ടി മോഹൻദാസ് ഒരു വിവരക്കേട് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് പ്രകടനം നടത്തുന്നു. ഇതുവഴി മോഹൻദാസിന്റെ ജനപ്രീതി കൂടും എന്നല്ലാതെ പോലീസ് വിചാരിച്ചതോ സർക്കാർ വിചാരിച്ചതോ ആയ ഒന്നും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിണറായി വിജയനെ കണ്ടു പഠിക്കുകയാണോ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും എന്ന് സംശയിക്കുന്ന തരത്തിൽ നിരവധി കേസുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിമർശിച്ചു, ആഭ്യന്തരമന്ത്രി വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നത്. അർജുൻ ആയങ്കിക്കെതിരെ ഉള്ള ഒരു കേസും മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്നാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെക്കുറിച്ച് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ആലപ്പുഴയിൽ ഒരാൾക്കെതിരെ കേസെടുക്കുകയും അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ബേപ്പൂരിൽ നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിൽ കേസിൽ പ്രതിയായി. അറിഞ്ഞോ അറിയാതെയോ പിണറായിയുടെ പ്രേതം UDF സർക്കാരിനെയും ചുറ്റി വരിയുന്നു എന്ന സംശയം എനിക്കില്ലായികയില്ല. സുഗതൻ എന്ന തിരുവനന്തപുരം നഗരസഭാംഗത്തിന് നിയമപരമായി അവധി അപേക്ഷിക്കാൻ അവകാശമുണ്ട് എന്ന് കത്തെഴുതിയതിന് ചിത്ര കാരുണ്യമ എന്നു പേരുള്ള ഒരു അണ്ടർ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത് ഇതിൻ്റെ ഭാഗമാണ്. ഈ ചിത്ര ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. എന്നിട്ടും ചിത്രയെ സസ്പെൻഡ് ചെയ്തത് സോഷ്യൽ മീഡിയ മുറവിളിയുടെ തുടർച്ചയാണ്. ഇതിൻ്റെ പിന്തുടർച്ചയായിരുന്നു കാസർഗോഡ് ഗുരുപ്രസാദ് എന്ന പേരുള്ള അധ്യാപകൻ സസ്പെൻഷനിലായത്. ഈ അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു ഫ്രീഡം ക്വിസിൻ്റെ ഭാഗമായി, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഏറ്റവും അധികകാലം ജയിലിൽ കിടന്ന നേതാവ് ആരാണെന്ന്. അത് സവർക്കർ ആയതുകൊണ്ട് മാത്രം ആ ചോദ്യവും ഉത്തരവും ശരിയായിട്ടും അധ്യാപകൻ സസ്പെൻഷനിലാവുന്നു. അടൂരിൽ ഏച്ചുകെട്ടുകളോടെ നിയമം ലംഘിച്ച് വാഹനം ഓടിച്ച ഒരാൾക്ക് പിഴയിട്ടതിൻ്റെ പേരിൽ 2 AMVമാരെ സസ്പെൻഡ് ചെയ്തതും ഇതുപോലെ തന്നെ അപലപനീയമാണ്. പിണറായിയെ പോലെ ഇങ്ങനെ അസഹിഷ്ണുത എന്തിനു വേണ്ടിയാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ കാണിക്കുന്നത്? നമ്മുടെ ജനാധിപത്യ സമൂഹം ബഹുസ്വരമാണ്. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ വിമർശിക്കാനും വിയോജിക്കാനുമുള്ള അവകാശം കൂടിയുണ്ട്. അതിൽ ചിലത് വിവരക്കേടുകളും കേട്ടാൽ അറയ്ക്കുന്നതുമായ അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിലും അതിനുവേണ്ടി കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക എന്നതൊക്കെ അനുചിതമായ സംഗതിയാണ്. ജയിൽ ക്രിമിനലുകൾക്കുള്ളതാവണം, വിവരക്കേട് പറയുന്നവർക്കെതിരെ ആവരുത്. അവർക്കെതിരെ കേസെടുത്തോളൂ, പക്ഷെ ജാമ്യം കൊടുത്തു വിടണം. അവർ ചെയ്ത കുറ്റത്തിന് പിഴയടച്ച് തെറ്റുതിരുത്തി സമൂഹത്തോട് മാപ്പ് പറഞ്ഞ് നല്ല മനുഷ്യരായി മാറണം. പക്ഷെ അവരെ ക്രിമിനലുകളെ അടയ്ക്കാനുള്ള ജയിലിലടച്ച് സർക്കാർ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവയ്ക്കരുത്.